നമസ്കാരം. വലതുപക്ഷത്തോടാണ് പൊതുവെ കൂറെങ്കിലും ഇടതുപക്ഷത്തെ വിജയിപ്പിച്ച് വിസ്മയിപ്പിച്ച ചരിത്രമുണ്ട് ചാലക്കുടി എന്ന പഴയ മുകുന്ദപുരത്തിന്. കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ മഹാരഥന്മാരായ പനമ്പള്ളി ഗോവിന്ദമേനോനെയും കെ കരുണാകരനെയും ലോക്സഭയിലേക്ക് എത്തിച്ച മണ്ഡലം നാരായണൻ കുട്ടിമേനോൻ, ലോനപ്പൻ, ഇന്നസെന്റ്, ഇ ബാലനന്ദൻ തുടങ്ങിയ ഇടതുപക്ഷക്കാരെയും കൈനീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. ചാലക്കുടിപ്പുഴയും പെരിയാറും ഇരുകരകളിലായി 2 ജില്ലയിൽ വ്യാപിച്ചു കിടക്കുന്ന മണ്ഡലത്തിൽ വാശിയേറിയ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുകയാണ്. ചാലക്കുടിയുടെ രാഷ്ട്രീയ അന്തരീക്ഷവും സ്വാധീനിക്കപ്പെടുന്ന ഘടകങ്ങളും തങ്ങൾക്ക് അനുകൂലമാണെന്നാണ് UDFന്റെ എറണാകുളം, തൃശൂർ ജില്ലാ നേതൃത്വങ്ങളുടെ വിലയിരുത്തലുകൾ. രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളുടെയും സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങളും അട്ടിമറി വിജയിക്കാനുള്ള വഴികളും LDFന്റെ കണക്കുകൂട്ടുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം വർദ്ധിച്ച BJP പ്രതീക്ഷയിലാണ്. തൊട്ടടുത്ത തൃശൂരിലെ സുരേഷ് ഗോപിയുടെ മുൻനിർത്തി ആരംഭിച്ച തിരഞ്ഞെടുപ്പ് കാഹളം ചാലക്കുടിയിലും പ്രതിഫലിക്കുമെന്നാണ് പ്രതീക്ഷ. 1952 ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിന്റെ ഭാഗമായിരുന്ന ഇന്നത്തെ ചാലക്കുടി കോൺഗ്രസിലെ KT അച്യുതനായിരുന്നു വിജയി. 1957 മുകുന്ദപുരം രൂപീകരിക്കപ്പെടുന്നത്. 1962 പനമ്പള്ളി ഗോവിന്ദമേനോനിലൂടെ ആരംഭിച്ച കോൺഗ്രസ് ജയം 1977 വരെ തുടർന്നു. 1980 ഇ ബാലനന്ദനോട് LDF വിജയം നേടി. 84 മുതൽ 99 വരെ കോൺഗ്രസ് വിജയം ആവർത്തിച്ചു. 99 ലീഡർ കരുണാകരൻ വിജയിച്ചു. 2004 ലോനപ്പനെ സ്വതന്ത്രനാക്കി LDF കൊടികെട്ടി. 2009 ചാലക്കുടി മണ്ഡലത്തിന്റെ പേര് മാറിയപ്പോൾ കോൺഗ്രസിലെ KP ധനപാലനാണ് വിജയിച്ചത്. 2014 സിനിമാ താരം ഇന്നസെന്റിലൂടെ LDF തിരിച്ചുപിടിച്ചു. 2019 ഇന്നസെന്റിനെ തോൽപ്പിച്ച് ബെന്നി ബെഹന്നാൻ വിജയിയായി. എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട്, പെരുമ്പാവൂർ, ആലുവ, അങ്കമാലി, തൃശൂർ ജില്ലയിലെ കയ്പമംഗലം, ചാലക്കുടി, കൊടുങ്ങല്ലൂർ നിയമസഭാ മണ്ഡലങ്ങൾ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നു. 3ഇടത്ത് LDFും 4ഇടത്ത് UDFുമാണ് ജയിച്ചു നിൽക്കുന്നത്. ബെന്നി ബെഹന്നാൻ അല്ലാതെ മറ്റൊരാളെ പരീക്ഷിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല. സാമുദായിക സമവാക്യം പാലിക്കപ്പെടുന്നതും ബെന്നി ബെഹന്നാൻ മത്സരിക്കുന്നതിൽ നല്ലതാണെന്ന നിലപാടിലാണ് നേതൃത്വം.